ഇതാ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ ഇത് പുതിയൊരു സംഭവമല്ല എന്നുള്ളത്. ഇത് നോക്കൂ, എത്ര ചർച്ചകളിൽ, രാഷ്ട്രീയ ചർച്ചകളിൽ അങ്ങ് മാതൃഭൂമിയുടെ ഇതേ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കേണ്ടി വരുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട, ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഏറെക്കുറെ ഈ വിഷയമായിരിക്കും ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു വൈകുന്നേരം ഇരുന്ന് ഈ നൂറ്റാണ്ടിൽ, ഈ 2024 നമ്മൾ ചർച്ച ചെയ്യാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടോത്രം ചെയ്യുന്നുണ്ടോ എന്ന്. മാധു ഈ ചർച്ചയ്ക്ക് മാധു എന്നെ വിളിച്ചപ്പോൾ അജിത്തെ ഒരു കൂടോത്രക്കാരനെ ഒന്ന് വിളിക്കാൻ എന്താ വഴി ഞാൻ ആലോചിച്ചു. നമ്മുടെ ഫോണിലെങ്കും ആ ലിസ്റ്റിലെങ്കും അങ്ങനെ ഒരാളില്ല. കൂടോത്രം, ആഭിചാരം അജിത്തിനായാലും അറിയാമോ, മാധുവിന് അറിയാമോ? നമുക്ക് ഇങ്ങനെ മന്ത്രിമാരെ, രാഷ്ട്രീയക്കാരെ, ജില്ലാ നേതാക്കന്മാരെ, താഴേക്കുള്ള നേതാക്കന്മാരെ, അവരെയൊക്കെയാണ് നമുക്കറിയാം. യുക്തിവാദികളെ എനിക്കധികം ഇപ്പം പരിചയമില്ല. ഇപ്പം യുക്തിവാദികളുടെ ആ വംശം തീരെ കുറവാണ്. ശരിക്കും ആരിഫ് ഹുസൈൻ അങ്ങനെ എനിക്കൊന്ന് കാണണം. തീർച്ചയായിട്ടും. മാധു ഞാൻ ഇതിൻ്റെ അകത്തെ ഒരു ട്വിസ്റ്റ് പറയാം. ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ BM സുധീരൻ്റെ അവിടെ കോഴിത്തലയൊക്കെയാണ് കണ്ടെടുത്തത്. അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. ഇന്നിപ്പോൾ കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്ര സാമഗ്രികൾ, തകിടോ എന്തോ കാലിൻ്റെ രൂപമോ തലയുടെ രൂപമോ ഒക്കെ എടുത്തപ്പോഴും ഉണ്ണിത്താൻ്റെ സാന്നിധ്യം. ഞാനൊരു രഹസ്യം, ഇത് ആർക്കും അറിയാത്തൊരു കാര്യം പറയട്ടെ, എന്നോട് ആരാണെന്ന് ചോദിക്കല്ലേ. ഒരു കോൺഗ്രസ് നേതാവ് KM മാണി സാറിൻ്റെ വീട്ടിൽ ചെന്നു പാലായിൽ. എന്താണെന്നറിയാമോ? ബാർക്കോഴക്കാലം മാണി സാർ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, ഇതൊക്കെയാണ് ഈ ആഭിചാരക്കാർ നോക്കുന്നത്. നിനക്ക് കഷ്ടകാലമാണ്, ദാരിദ്ര്യമാണ്, കടക്കിണിയാണ്, നിനക്കെതിരെ കൂടോത്രം വെച്ചിട്ടുണ്ട്. അജിത്തെ, മാധു, പാലായിലെ വീട്ടിൽ ഒരാൾ ചെല്ലുന്നു. ആ ഒരാൾ ഒരു കോൺഗ്രസ് നേതാവാണ് അജിത്തെ, ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്. ഞാൻ ആ പേര് പറയുന്നില്ല, ഇനി പറയണ്ട. അത് മാധു കണ്ടുപിടിക്കുക. മാധുവിന് മാധ്യമമാണ്. നമുക്ക് അജിത്തിന് എനിക്ക് ഇപ്പം പത്രമൊന്നും ഇല്ല. ഇനിയിപ്പോ അത് പറയേണ്ടതില്ല, പറഞ്ഞോളൂ. അതെ, എന്തോ വെച്ചിട്ടാണല്ലോ ഈ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ? പക്ഷെ കേക്ക്, അന്ന് KM മാണി സാറിനോട് ഈ കോൺഗ്രസ് നേതാവ് പാലായിലെ വീട്ടിൽ ചെന്ന് പറഞ്ഞത്, മണിസാറിന് ആകെ കഷ്ടകാലമാണ്, പ്രശ്നമാണ്, ഈ വീട്ടിൽ മുഴുക്കൻ കൂടോത്രമാണ്. മണിസാറെ, ഞാൻ യുവതിക്ക് ഞാനിതെല്ലാം എടുത്തു തരാം, ഞാനൊരാളെ കൊണ്ടുവരാം എന്ന് വെച്ചാൽ ഒരു ആഭിചാരക്കാരനെ, കൂടോത്രക്കാരനെ, മറുവേലകളും വിദ്യകളും അറിയാവുന്ന ഒരു കൂടോത്രക്കാരനെ കൊണ്ടുവന്നിട്ട് ഇത് മുഴുക്കെ എടുത്തു തരാം. മണിസാറിൻ്റെ മറുപടി, മണിസാർ അല്ല നേതാവേ, ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, അത് മുഴിച്ചു നോക്കുക എന്നെ, ഞാൻ പറയത്തില്ല. പക്ഷേ മാണി പറഞ്ഞു വേണ്ട, അത് വേണ്ട, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇതിനകത്തൊരു ആൻറ്റി ക്ലൈമാക്സും കൂടെയുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ പറയണോ വേണ്ടയോ, കുറേ ക്രിസ്ത്യൻ, ആരിഫ് പറഞ്ഞു, എനിക്ക് ധൈര്യമായി, കുറേ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ചെന്നു, പ്രാർത്ഥിച്ചു. മണിസാറിൻ്റെ വീട്ടുകാരെല്ലാം കേട്ടാൽ എന്നെ പഠിക്കരുതേ, സത്യം നടന്നാൽ എനിക്കറിയാം. പ്രാർത്ഥിച്ചിട്ട് ഈ പ്ലഗ് കുത്തുമല്ലോ, അതിൻ്റെ അകത്തു നിന്ന് എന്തോ ഒരു തകിടെടുത്തു, കുഴിച്ചിട്ട തന്നെ സാധനങ്ങളൊക്കെ അവരെടുത്തു. സത്യമാണ് ജിത്തെ, നമുക്ക് അന്വേഷിക്കാം. മാധു, ഞാൻ ഈ പറഞ്ഞ 2 ഇൻസിഡൻസും മാധു അന്വേഷിക്കേ. മാധു റിപ്പോർട്ട് ചെയ്യാനകത്ത് ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു. കോൺഗ്രസ് നേതാവിന് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇവിടെ കൂടോത്രം വെച്ചിട്ടുണ്ട്, ഇവിടെ ആകെ കൂടോത്രമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം കൂടോത്രമാണ് മണിസാറേ, അതുകൊണ്ടാണ് ഈ കഷ്ടകാലം. മണിസാറിന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ വേറൊരു കൂടോത്രക്കാരനെ കൊണ്ടുവരാം, ഇത് മുഴുക്കെടുത്തില്ലാന്ന് പറഞ്ഞു. അതും ഈ ക്രിസ്ത്യൻ പുരോഹിതരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ 2 രണ്ടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള തട്ടിപ്പ് മട്ടി നിൽക്കുന്നവരെയാണ് ആദ്യം പിടികൂടേണ്ടത്. ഇപ്പോൾ അല്ലാണ്ട് ആൾദൈവം നമ്മൾ കണ്ടാണല്ലോ UP-യിൽ ആൾദൈവത്തിൻ്റെ കളികളും ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന പോലെ ആൾദൈവത്തിൻ്റെ വികൃതികൾ ഉണ്ടല്ലേ, അതേപോലെ ഇതുപോലെയുള്ള തട്ടിപ്പുകളുമായിട്ട് ചിലർ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതുപോലെ MP-മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു KPCC അധ്യക്ഷനാണേ, നെഹ്റുവിൻ്റെ പാർട്ടി, നെഹ്റു എന്ത് ഉജ്ജ്വലമായ ചിന്താഗതിയും കാഴ്ചപ്പാടുമുള്ള മനുഷ്യൻ, അദ്ദേഹമൊക്കെ വിശ്വാസിയായിരുന്നില്ലല്ലോ, ഒരിക്കലും വിശ്വാസി. സയന്റിഫിക് ടെമ്പർ മാത്രമല്ല,
വിശ്വാസത്തിന് എതിരാണെന്ന് മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്ന ആ ഉൾക്കാഴ്ചയുണ്ടല്ലോ, എ കെ ആൻ്റണി എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളുള്ള നിലപാട് സ്വീകരിച്ചത്. എം എ ജോൺ, അജിത്തിനറിയാമല്ലോ, KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും നമ്മെ നയിക്കും എന്ന് പറഞ്ഞിരുന്ന അതെ ഗ്രൂം ചെയ്ത് വളർത്തിയെടുത്ത നയിച്ച എം എ ജോൺ KSUക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഉയർന്ന ചിന്താഗതികളായിരുന്നു, ശരി, ഓക്കേ. ഉന്നതമായ കാഴ്ചപ്പാടായിരുന്നു. ശരി.